ഇന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നടുക ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നീളത്തിൽ വീണ്ടും കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ഒരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗവും എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്നും തന്നെ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല, എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടണം. നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തെളിഞ്ഞ വെള്ളത്തിലോട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും തിളച്ച നല്ല വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടതാണിത്. അപ്പോൾ അതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പിടുക. അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെക്കുക. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ടവലിലോ അല്ലെങ്കിൽ ഇതേപോലെ പേപ്പർ വെച്ചിട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ എടുക്കുക. അതിനുശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പൊട്ടാറ്റോ ചിപ്സിന്. ഇത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കുറേ കാലം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പം ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കോരിയെടുത്ത് സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ നല്ലൊരു പാത്രത്തിലോ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ടൈം എടുത്ത് നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഫസ്റ്റിലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഓൺ സ്പോട്ട് കഴിക്കുകയാണെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം തന്നെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുവരെ ശരിയായിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ശരിയാവും. അപ്പോൾ അതേപോലെ ഈ ഒരു കച്ചപ്പ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കച്ചപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കച്ചപ്പ് തന്നെയാണ്. അപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്.